ഹായ്, സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സെൻസർ, അതുപോലെ എന്താണ് ട്രാൻസ്ഡ്യൂസർ, അതിന് ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ കൂടെ വെച്ചിട്ട് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലെ ലിങ്കിൽ പോയിട്ട് അത് കാണാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദെയർ കൺവേർഷൻ, എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുന്നതിനനുസരിച്ച്, അതേപോലെ അതിൻ്റെ ഓപ്പറേഷൻ മോഡിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ആ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ എ ട്രാൻസ്ഡ്യൂസർ ഒരു ഡെഫിനിഷനാണ് ആദ്യം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു എനർജി ഫോമിൽ നിന്ന് വേറൊരു എനർജി ഫോമിലേക്ക് നമ്മൾ മാറ്റുന്ന ഒരു ഡിവൈസാണ് എന്ത് പറയുക, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. സോ ആൾട്ടർനേറ്റീവ്ലി എ ട്രാൻസ്ഡ്യൂസർ ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ് യൂസബിൾ ഔട്ട്പുട്ട് റെസ്പോൺസ് ടു എ സ്പെസിഫിക് ഇൻപുട്ട് മെഷേർഡ് വിച്ച് മേ ബി ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ ഫിസിക്കലി ഉള്ളൊരു ഫിനോമിനൻ ഡിറ്റക്ട് ചെയ്ത് അതിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ആയിട്ട് ഫിസിക്കൽ ഔട്ട്പുട്ട് നമുക്ക് തരുന്ന ഡിവൈസിനെയാണ് എന്ന് പറയാം ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. So it can also be defined as a device when actuated by energy in one system supplies energy in the same form or in another form to a second system. ഒരു സിസ്റ്റത്തിന് വേറെ സിസ്റ്റത്തിലേക്ക് എനർജി കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ സെയിം ഫോം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോമിലേക്ക് മാറ്റിയിട്ടായിരിക്കും. സോ ഇതൊക്കെ അതിൻ്റെ ഡെഫിനിഷൻസ് ആണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻസ് ആണ്. സോ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇപ്പം ബാക്കിയുള്ള ഈ മൊഡ്യൂളിലുള്ള എല്ലാ ടോപ്പിക്സും ഈ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഓരോ ടോപ്പിക്കാണ് ഇനിയുള്ളതെല്ലാം ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതും ബേസ് ആയിട്ടുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, നോക്കാം നമുക്ക്. സോ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ആപ്ലിക്കേഷൻസ്, മെത്തേഡ് ഓഫ് എനർജി കൺവേർഷൻ, നേച്ചർ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ആൻഡ് സോ ഓൺ. സോ ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്, അല്ലെങ്കിൽ മെത്തേഡാണ് ഇവിടെ പറഞ്ഞത്. ഒന്നെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് എനർജി കൺവേർഷൻ, ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റുന്നതാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു. ആ മെത്തേഡ് എനർജി കൺവേർഷൻ ടെക്നിക്കിൻ്റെ മെത്തേഡിനനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നേച്ചർ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ, അതിൻ്റെ സിഗ്നലിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഫോം നോക്കിയിട്ട്, അങ്ങനെ ഒരുപാട് കാറ്റഗറി നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് തൊട്ട് താഴെ കാണിക്കുന്നത്. സോ മെയിൻലി നമുക്ക് 1, 2, 3, 4, 5 കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. ഇതിന് പറയാൻ പോകുന്നത് ട്രാൻസ്ഡ്യൂസറും അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനും ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഇലാബറേറ്റഡ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇനി അങ്ങോട്ടുള്ള ബാക്കിയുള്ള സിലബസിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രിൻസിപ്പിൾ യൂസ്ഡ്. അതായത് ഒരു എനർജീനെ ഡിറ്റക്ട് ചെയ്ത് വേറെ എനർജി മാറ്റുന്നുണ്ട്, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണോ അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തതാണ് ഫസ്റ്റ് കാറ്റഗറി. അതിൽ 3 കാറ്റഗറീസ് ഉണ്ട്. അതിൽ തന്നെ സബ് കാറ്റഗറി ആയിട്ട് കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് ആൻഡ് റെസിസ്റ്റീവ്. ആ പേര് കേട്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവും. കപ്പാസിറ്റീവ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് നമുക്ക് എനർജി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ട്രാൻസ്ഡ്യൂസറാണ് കപ്പാസിറ്റീവ് ടൈപ്പിൽ വരുന്നത്. രണ്ടാമത്തത് ഇൻഡക്റ്റീവ്, ഡിപ്പെൻഡിങ് ഓൺ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തിട്ട് മാറ്റുന്നതാണ്. മൂന്നാമത്തത് റെസിസ്റ്റീവ്, റെസിസ്റ്റൻസ് വാല്യൂ ചെയ്തിട്ട് നമ്മൾ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് എനർജി മാറ്റുക. സോ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, രണ്ടാമത്തത് ആക്റ്റീവും പാസീവും. ആക്റ്റീവും പാസീവും എന്നാൽ ഒന്നിൽ ഒരു എക്സ്റ്റേണൽ എനർജി ആവശ്യമുണ്ട്, നമുക്ക് കൺവേർഷന് വേണ്ടിയിട്ട് ഈ ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ എനർജി ആവശ്യമുണ്ട്. രണ്ടാമത്തത് എന്തില്ല, എക്സ്റ്റേണൽ എനർജി ആവശ്യമില്ല. ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ദെൻ പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി മീൻസ് ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് റിലേറ്റഡ് ആണ് പ്രൈമറി എന്ന് പറയുന്നത്. സെക്കൻഡറി ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്തതിനെയാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. 2 കാറ്റഗറിയാണ്, അനലോഗും ഡിജിറ്റലും. സോ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, അനലോഗ് മീൻസ് അനലോഗ് കണ്ടിന്യൂസ് ആണ്, ഡിജിറ്റൽ എന്നാൽ ഡിസ്ക്രീറ്റ് ആണ്, 0-1 ഔട്ട്പുട്ട് തരുന്ന രീതിയിലാണ് അതിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവുക. ദെൻ ലാസ്റ്റ് വൺ ട്രാൻസ്ഡ്യൂസറും അതേപോലെ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറും. ഒന്ന് മെക്കാനിക്കൽ ഫോമിലേക്കും മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് പറയുക ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇന്നത്തെ ടോട്ടൽ ഡിസ്കഷൻ ഈ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നോക്കാം നമുക്ക് ഓരോന്നും. സോ ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കും ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. നോക്കാം. ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ദീസ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഡു നോട്ട് നീഡ് എനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവർ ഫോർ ദെയർ ഓപ്പറേഷൻ. ഇതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ്. അതായത്
ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട, ഡസ് നോട്ട് നീഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവർ. അതിൻ്റെ ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി നമുക്ക് പുറത്തുനിന്ന് വേറെ എനർജി ഒന്നും അഡീഷണൽ ആയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെന്താണോ ഇൻപുട്ട് എടുക്കുന്നത് അതിന് ഔട്ട്പുട്ട് കിട്ടാൻ നോ എക്സ്റ്റേണൽ എനർജി റിക്വയർഡ്. അങ്ങനത്തെ ടൈപ്പിനാണ് നമ്മൾ ആക്റ്റീവ് എന്ന് പറയുന്നത്. സോ ദെയർഫോർ ദേ ആർ ഓൾസോ കോൾഡ് ആസ് സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ. അപ്പം അതിന് എക്സ്റ്റേണൽ എനർജി ഒന്നും കൊടുക്കാത്തതുകൊണ്ട്, പുറത്തുനിന്ന് വേറെ എനർജി ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് നമ്മൾ വേറൊരു പേരിൽ പറയും സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ. Okay. The active transducers are self-generating device which operate under the energy conversion principle. So അവിടെ നമുക്ക് പുറത്തുനിന്ന് എനർജി ഒന്നും ആവശ്യമില്ല. എനർജി ഒരു ഫോമിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യും, വേറെ ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. സോ എനർജി കൺവേർഷൻ പ്രിൻസിപ്പിൾ ഞങ്ങൾക്കറിയാം, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. ആ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. So as the output of active transducer we get an equivalent electrical output signal. Example, temperature or strain to electric potential without any external source of energy being used. അപ്പോൾ ഒരു ഉദാഹരണമാണ്, ഇപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിവൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് എക്സ്റ്റേണൽ എന്ത് വേണ്ട, സപ്ലൈ അല്ലെങ്കിൽ പവർ സപ്ലൈ ഒന്നും ആവശ്യമില്ല അത് വർക്ക് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനത്തെ എക്സാമ്പിൾസ് നിങ്ങൾ വേറെ ഒന്ന് നോക്കി വെക്കുക. ഇതാണ് ഇപ്പം ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. സോ എന്തായിരിക്കും ഇപ്പം പാസീവ് ട്രാൻസ്ഡ്യൂസർ? സോ അതിന് മുമ്പ് തന്നെ ആക്റ്റീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ആക്റ്റീവിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ഫോട്ടോ, അതായത് ഡിപ്പെൻഡിങ് ഓൺ എനർജി ടൈപ്പ്, എന്ത് എനർജിയിൽ നിന്ന് എന്ത് എനർജിയിലേക്കാണ് മാറ്റുന്നതിനനുസരിച്ചിട്ട് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ തന്നെ നമ്മൾ ഒരു 6 കാറ്റഗറി ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇത് നോക്കാം. ഫസ്റ്റ് വൺ ഫോട്ടോ വോൾട്ടേക്ക്. ഫോട്ടോ വോൾട്ടേക്ക് പേര് കേട്ടാൽ ഫോട്ടോൺ മീൻസ് ലൈറ്റുമായിട്ട് ബന്ധമുള്ളതാണ്. സോ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു വോൾട്ടേജിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഡിറ്റക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടൈപ്പിലാണ് അങ്ങനത്തെ ടൈപ്പ്. അപ്പോൾ ലൈറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു വൺ ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെങ്കിൽ അതിന് പറയുന്നതാണ് ഫോട്ടോ വോൾട്ടേക്ക്. സോ റിലേറ്റഡ് ടു ലൈറ്റ് ആണ്. രണ്ടാമത്തത് തെർമോ ഇലക്ട്രിക്, അതായത് ഒരു ടെമ്പറേച്ചറിനെ പിടിച്ചിട്ട് ഇലക്ട്രിക്കൽ വോൾട്ടേജ് ആക്കി മാറ്റുന്ന ടൈപ്പ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. മൂന്നാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ, ഇലക്ട്രിസിറ്റിനെ നമുക്ക് മാഗ്നറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയൊക്കെ അറിയാം, ഒരു കോയിൽ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിക്കുമായിട്ടുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്. ദെൻ ഫീസോ ഇലക്ട്രിക്. ഫീസോ ഇലക്ട്രിക് മീൻസ് ഒരു സം ക്രിസ്റ്റൽസ് ആദർ കോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ക്രിസ്റ്റൽ ഉണ്ട്. അതിൽ പ്രഷർ വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഫോം ചെയ്യും. ഓക്കെ, അതായത് ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും, ഒരു വോൾട്ടേജ് വേരിയേഷൻസ് വരും, ഒരു ഇലക്ട്രിസിറ്റി ഫോം ചെയ്യും. അതാണ് എൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും അതിന്. സോ ആ പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്നതും ആക്റ്റീവിൽ വരുന്നതാണ്, കാരണം അവിടെ എക്സ്റ്റേണൽ സപ്ലൈസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ദെൻ കെമിക്കൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. സോ കെമിക്കൽ റിയാക്ഷൻസ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അവിടെയും നമുക്ക് എന്താ ആവശ്യമില്ല, എക്സ്റ്റേണൽ പവർ സപ്ലൈസ് ആവശ്യമില്ല. വേറെയും ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും ബേസിക്കലി നിങ്ങൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിളായിട്ട് കൊടുത്ത് വെക്കുക. ഫോട്ടോ വോൾട്ടേക് മീൻസ് റിലേറ്റഡ് ടു ലൈറ്റ്, തെർമോ ഇലക്ട്രിക് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിക് കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷൻ ആണ്. ഫീസോ ഇലക്ട്രിക് എഫക്ട് ബേസ്ഡ് ഓൺ ഫീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ദെൻ കെമിക്കൽ റിയാക്ഷൻസ്. ഇതിനെന്നും നമുക്ക് എന്താ ആവശ്യമില്ല, ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്താവശ്യമില്ല, ഒരു പവർ സപ്ലൈ ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ടൈപ്പിനാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ എക്സാമ്പിൾ ഓഫ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഞാൻ നേരത്തെ പറഞ്ഞു. when an external force is applied on a quartz crystal. So quartz എന്നാൽ ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ ആ ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ മുകളിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കഴിഞ്ഞാൽ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ വോൾട്ടേജ് ജനറേഷൻ അക്രോസ് ദ സർഫേസ്. സോ ആ ക്വാർട്സിൻ്റെ സർഫസിൽ എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് ജനറേഷൻ ഉണ്ടാവും, ഒരു വോൾട്ടേജ് ഉണ്ടാവും, അതിൽ വേരിയേഷൻസ് ഉണ്ടാവും. ദിസ് ചേഞ്ച് മെഷേർഡ് ബൈ ഇറ്റ്സ് കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് സൗണ്ട് ഓർ വൈബ്രേഷൻ. ആ വരുന്ന ചേഞ്ചിനെ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് സൗണ്ട് അല്ലെങ്കിൽ വൈബ്രേഷൻ, അതായത് ഈ പീസോ ഇലക്ട്രിക് മൈക്രോഫോൺസ് ഉണ്ട്, അതാണ് ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ. നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രഷർ വേരിയേഷൻ നോക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞ ഒരു എക്സാമ്പിൾ.
ഓക്കെ, പീസോ ഇലക്ട്രിക് എഫക്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ക്വാർട്സ്. അതിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ അവിടെ വോൾട്ടേജിൽ വ്യത്യാസം വരും. ആ വോൾട്ടേജ് വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്തിട്ട് വോൾട്ടേജ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ പുറത്ത് നമ്മൾ കൊടുക്കുന്നത് പ്രഷർ ആവാം, അപ്പോൾ ആ പ്രഷറിനെ നമ്മൾ മാറ്റിയിട്ട് വോൾട്ടേജ് ആക്കിയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒരു എക്സാമ്പിളോട് കൊടുത്തത്. സോ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. മീൻസ് ഇവിടെ ക്വാർട്സ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ കൊടുത്താൽ അവിടെ വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാവും. ഈ സർഫസും തമ്മിൽ, ഈ രണ്ട് സർഫസ് തമ്മിൽ വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ഒരു ഡിറ്റക്ഷൻ മെക്കാനിസം ആണ്. വേറെ എന്തിൻ്റെങ്കിലും ഒരു ഇപ്പോൾ സൗണ്ടൊക്കെ സാധാരണ അല്ലേ മൈക്കിന് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ട്, പീസോ ഇലക്ട്രിക് മൈക്രോഫോൺസ് ഉണ്ട്. അത് വർക്ക് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ ആക്റ്റീവ് അപ്പോൾ അതാണ് നോ എക്സ്റ്റേണൽ പവർ സപ്ലൈ. അപ്പോൾ പാസീവ് എന്തായിരിക്കും? സോ അതിനൊരു പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഒരു പവർ സപ്ലൈ കൊടുക്കേണ്ടി വരും ഇത് വർക്ക് ചെയ്യണമെങ്കിൽ. So these transducer need external source of power for their operation. So they do not self-generating type transducer. So ഇതിൻ്റെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പുറത്തുനിന്ന് നമ്മൾ എക്സ്ട്രാ ഒരു പവർ സപ്ലൈ ആവശ്യമായിട്ട് കൊടുക്കണം അല്ലേ. ഒരു എക്സ്ട്രാ പവർ സപ്ലൈ കൊടുത്താൽ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് നമുക്ക് വർക്ക് ചെയ്യുന്നുള്ളൂ. A DC power supply or an audio frequency generator used as an external power supply. നോർമലി ഒരു DC കറണ്ട് അല്ലെങ്കിൽ DC വോൾട്ടേജ് ആണ് നമ്മൾ ഇതിന് കറണ്ട് സാധാരണ കൊടുക്കുക. ബാറ്ററി എന്നുള്ളൊരു ഇൻപുട്ടാണ് പാസീവ് ട്രാൻസ്ഡ്യൂസറിന് അധികം നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, സോ an external power supply needed for their working. These transducers produces the output signal in the form of variation in electro parameter like resistance, capacitance or inductance. സോ ഇവിടെ ഈ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്നത് അതിൽ വേരിയേഷൻസ് ആണ്, ഔട്ട്പുട്ട് വരുന്ന വേരിയേഷൻസ് നോക്കിയിട്ടാണ്. അതായത് റെസിസ്റ്റൻസിൽ വരുന്ന വേരിയേഷൻസ്, അതേപോലെ കപ്പാസിറ്റൻസിൽ വരുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസിൽ വരുന്ന വേരിയേഷൻസ് നോക്കിയിട്ട് നമ്മൾ ഇൻപുട്ടിനെ മെഷർ ചെയ്യുന്ന ടൈപ്പുകളിൽ ഉള്ള ട്രാൻസ്ഡ്യൂസറാണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. എക്സാമ്പിൾ തെർമിസ്റ്റോർ, പൊട്ടൻഷ്യോമീറ്റർ ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ് എക്സാമ്പിൾസ് ആണ് തെർമിസ്റ്റോർ. ഒക്കെ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എടുക്കാനുള്ള ഡിവൈസുകൾ. ഓക്കെ, ഇപ്പം ആക്റ്റീവും പാസീവും നമ്മളെ ഡിഫറൻസ് ഓർത്ത് വെക്കുക, എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇനി വേറൊരു കാറ്റഗറിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പം എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സോ സം ട്രാൻസ്ഡ്യൂസേഴ്സ് കണ്ടെയ്ൻ ദ മെക്കാനിക്കൽ ആസ് വെൽ ആസ് ഇലക്ട്രിക്കൽ ഡിവൈസ്. സോ ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ അകത്ത് തന്നെ മെക്കാനിക്കലും ഇലക്ട്രിക്കലും കൺവേർഷൻ നടക്കുന്നുണ്ടാവും. സോ ഓക്കെ, the mechanical device converts the physical quantity to be measured into a mechanical signal. Such a mechanical device is called as a primary transducer because they deal with the physical quality to be measured. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ അകത്ത് തന്നെ രണ്ട് കൺവേർഷൻസ് ഒക്കെ നടക്കുന്നതാവും ചിലപ്പം. മനസ്സിലായോ? അപ്പം അതിൽ ഒന്ന് മെക്കാനിക്കൽ കൺവേർഷൻ ആയിരിക്കും, അതായത് ഫിസിക്കലി ഉള്ള ഒരു മെക്കാനിക്കൽ കൺവേർഷനെ പിടിച്ചിട്ട് അത് വേറൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. അതും ഒരു മെക്കാനിക്കൽ, അതായത് മെക്കാനിക്കൽ ടു മെക്കാനിക്കൽ കൺവേർഷൻ ആദ്യം ഇതിൻ്റെ സൈഡിൽ നടക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഭാഗത്തിനെയാണ് നമ്മൾ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തത് ദ ഇലക്ട്രിക്കൽ ഡിവൈസ് ദെൻ കൺവേർട്ട് ദിസ് മെക്കാനിക്കൽ സിഗ്നൽ ഇൻ ടു കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ. സച്ച് ഇലക്ട്രിക്കൽ ഡിവൈസ് ആർ നോൺ ആസ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഈ പ്രൈമറി സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡിവൈസിൻ്റെ അകത്ത് തന്നെയുള്ള രണ്ട് കോമ്പോണൻ്റ് ആണ്. അതിൽ ആദ്യത്തെ ഭാഗം, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെഷർ ചെയ്തിട്ട് അതിനെ മെക്കാനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അതേ ഡിവൈസിൽ ആ മെക്കാനിക്കൽ, ഇപ്പം ആദ്യം ഒരു ഫിസിക്കലിനെ പിടിച്ചിട്ട് മെക്കാനിക്കലാക്കി മാറ്റി, അത് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ചെയ്തു. ഇനി മെക്കാനിക്കൽ നമ്മൾ എന്താക്കി മാറ്റും, വോൾട്ടേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ അകത്ത് രണ്ട് ഭാഗവും പ്രൈമറി സെക്കൻഡറി. പ്രൈമറി ഫിസിക്കലുള്ള ക്വാണ്ടിറ്റീനെ പിടിച്ചിട്ട് മെക്കാനിക്കലാക്കി മാറ്റും, മൂവ്മെൻറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും ആക്കി മാറ്റും. അതാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ പർപ്പസ്. ആ കിട്ടുന്ന മെക്കാനിക്കൽ വൈബ്രേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോം ഓഫ് മെഷർമെൻറ്റ് നമ്മൾ എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ ആക്കിയിട്ട് പിന്നെ കൺവേർട്ട് ചെയ്യും. അവിടെ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ട്രാൻസ്ഡ്യൂസറാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വേറൊരു കാറ്റഗറി. ഒരു എക്സാമ്പിൾ നോക്കാം നിങ്ങൾക്ക്. ഇപ്പം ഇത് ഒരു ഡിവൈസാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ
ഇതിൻ്റെ അകത്ത് ഇതൊരു ട്യൂബ്, ബോർഡർ ട്യൂബ് എന്ന് പറയും, ബോർഡർ ട്യൂബ് ഡിവൈസ് എന്നാണ് ഇതിന് പറയാം, ബോർഡർ ട്യൂബ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഇവിടെ ഈ മൗസ് പോയിൻ്റർ കാണുന്ന ഇവിടെ ലിക്വിഡ് ഉണ്ടാവും. ഇതിലേക്ക് ലിക്വിഡ് നിറക്കുമ്പോൾ ഇവിടെ പ്രഷർ വരും. അപ്പോൾ ഇതിനകത്തൂടെ പ്രഷർ വരും. അപ്പോൾ ഈ പ്രഷറിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് നമ്മളൊരു പ്രഷർ കൊടുത്താൽ, സാധാരണ വാട്ടറൊക്കെ കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ വാട്ടർ എയറൊക്കെ കൊടുത്താൽ ഇവിടെ ഈ ട്യൂബിന് ഒരു പ്രഷർ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് ഒന്നെങ്കിൽ ഇങ്ങോട്ടോ ഒക്കെ ചുരുങ്ങിയ നിവരുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു റോപ്പ് കാണാം നിങ്ങൾക്ക്, ഇവിടെ ഒരു പുള്ളിയൊക്കെ വെച്ചിട്ട്. അപ്പം ഇത് ഇങ്ങോട്ടേക്ക് പോരുമ്പം ഈ പുള്ളി വലിയും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റ് കാണാം നിങ്ങൾക്ക്, മാഗ്നറ്റ് അല്ല, ഒരു ഇരുമ്പ് അയൺ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ പുള്ളിയുടെ അറ്റത്ത് കെട്ടിയിട്ടിട്ടുണ്ട് അല്ലെ. ഇവിടെ ഈ ഒരു റോപ്പ് ഇവിടെ വന്നിട്ട് ഇവിടെ കണക്റ്റഡ് ആണ്. അപ്പം ഇത് അനങ്ങുമ്പം ഇതിൻ്റെ അറ്റത്തുള്ള ഈ ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ അല്ലേ, അതാണ് എന്താ പറയുക, ഒരു കോറാണ്, ഒരു ഇരുമ്പാണ്. ഓക്കെ, അപ്പം ഇത് ഇങ്ങോട്ടും മാറുമ്പം ഈ കോർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ കോർ ഉള്ളത് ഒരു കോയിലിൻ്റെ അകത്താണ്. അവിടെ ഒരു വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ എക്സ്പെരിമെൻറ്റ് പഠിച്ചിട്ടുണ്ടാവില്ല, ഒരു ബാറ്ററി വെച്ചിട്ട് ഒരു വയർ ഇങ്ങനെ ഓൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ആണി ഇതാക്കി കഴിഞ്ഞാൽ അതിൽ കൂടെ കറണ്ട് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതിൽ മാഗ്നറ്റായി മാറുന്നൊരു പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഈ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് വരും, ഒരു ഇലക്ട്രിക് എനർജിയിലൊരു വ്യത്യാസം വരും മാഗ്നറ്റിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പം ആദ്യം ഇപ്പം പ്രൈമറിയും സെക്കൻഡറി പറയുകയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം ആദ്യം ഇവിടെ വരുന്നൊരു പ്രഷർ വ്യത്യാസം അല്ലേ, ഒരു പ്രഷർ വ്യത്യാസം ഈ പൈപ്പിനകത്തുണ്ടാവും. ആ പൈപ്പിനകത്തുള്ള പ്രഷർ വ്യത്യാസം ഈ പുള്ളി പിടിച്ച് വലിക്കുകയും താഴ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു മെക്കാനിക്കൽ മോഷൻ ഉണ്ടായി. അപ്പോൾ അതാണ് ഫസ്റ്റ് പാർട്ട്. സോ ദാറ്റ് ഈസ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. അപ്പം ഇത്രയും ഭാഗമാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസറിൽ വരുന്നത്. അതായത് ഈ ട്യൂബ് നിവരെയും ചുരുങ്ങുകയും ചെയ്യുമ്പം, പ്രഷറിനനുസരിച്ച് ചുരുങ്ങുകയും ചെയ്യുമ്പം അതിൻ്റെ അറ്റത്ത് കെട്ടി വെച്ചിട്ടുള്ള ഈ കോർ എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ തുടങ്ങും, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ തുടങ്ങും. സോ അവിടെ ഒരു ഫിസിക്കലി ഉള്ള പ്രഷർ വേരിയേഷൻ നമ്മൾ എന്താക്കി മാറ്റി, മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്തു, ഒരു മോഷനാക്കി മാറ്റി. സോ ആ കൺവേർഷനെയാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസറാണ് എന്ത് പറയുക, പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ക്ലിയർ? സോ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, മെക്കാനിക്കലിനെ പിടിച്ചിട്ട് നമ്മൾ എന്താക്കണം, ഇലക്ട്രിക്കൽ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പം ഈ കോറുള്ളത് ഒരു മാഗ്നറ്റിൻ്റെ ഒരു കോയിലിൻ്റെ വോണ്ട് ചെയ്തിട്ടാണ്. സോ അവിടെ ഒരു കോയിലിൻ്റെ അകത്തൊരു ഒരു കോറ് മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചാൽ അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്തിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു വോൾട്ടേജ് വേരിയേഷൻസ് ഉണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചത്. അപ്പം ഇതാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. അതായത് ആദ്യം ഈ പൈപ്പിൽ വരുന്ന പ്രഷർ വേരിയേഷനാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത്. അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൺവെൻഷൻ എടുത്തു. ഈ പ്രഷർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ചിട്ട് ഈ പൈപ്പ് ബോർഡർ ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. സോ ഇവിടെ ഈ പുള്ളി വെച്ചിട്ട് ഇവിടെ ഒരു പിടിവലി നടക്കും. സോ ഈ കോറിനൊരു മെക്കാനിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. സോ ആ ഭാഗത്തിനെ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. രണ്ടാമത്തത് ഈ ഈ മെക്കാനിക്കൽ മോഷൻ്റെ ഭാഗമായിട്ട്, ഈ കോർ മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി, ഒരു വോൾട്ടേജ് ഫോം ചെയ്യും. കാരണം നമ്മൾ കോയിലിൻ്റെ അകത്തു നിന്നാണ് ഈ കോർ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് വ്യത്യാസം ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ നമ്മൾ എന്താക്കി മാറ്റി, ഇലക്ട്രിക്കലാക്കി മാറ്റാണ് ഇവിടെ ചെയ്യുന്നത്. സോ അതാണ് ആ ടൈപ്പിനെയാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ പ്രൈമറിയും സെക്കൻഡറിയും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ പിടിച്ചിട്ട് മെക്കാനിക്കലാക്കി മാറ്റി, ഇവിടെ ഉള്ള ഈ പ്രഷർ വേരിയേഷനെ പിടിച്ചിട്ട് കോറിൻ്റെ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആക്കിയ പോലെ മെക്കാനിക്കലാക്കി മാറ്റി. രണ്ടാമത്തെ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ മെക്കാനിക്കൽ മോഷനെ പിടിച്ചിട്ട് ഇലക്ട്രിക്കലാക്കി കൺവേർട്ട് ചെയ്യും. സോ ഇവിടെ ഈ കോറ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഒരു കോയിലിൻ്റെ അകത്താണ്. സോ അവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി വോൾട്ടേജ് ഫോം ചെയ്യും. അതാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഇതാണ് പ്രൈമറിയും സെക്കൻഡറിയും ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ഓർത്ത് വെക്കുക, എക്സാം ചോദിച്ചാൽ വിത്ത് എക്സാമ്പിൾ എഴുതാൻ നോക്കുക. ഓക്കെ. സോ ഇനി മൂന്നാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ യൂസ്ഡ്. ട്രാൻസ്ഡക്ഷൻ എന്താ നമ്മൾ പറഞ്ഞു അല്ലേ, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫ്രം വൺ എനർജി ഫോം ടു അനദർ. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അക്കോർഡിംഗ് ടു ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ.
സോ ട്രാൻസാക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് 6 കാറ്റഗറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്ന് കപ്പാസിറ്റീവ് ട്രാൻസാക്ഷൻ. എന്തായിരിക്കും? കപ്പാസിറ്റൻസിൽ വരുന്ന വേരിയേഷൻസിനനുസരിച്ച് ട്രാൻസ്ഡ്യൂസർ ഒരു ഫോമിൽ നിന്ന് എനർജിനെ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ കപ്പാസിറ്റൻസ് വേരിയേഷൻ. രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ട്രാൻസാക്ഷൻ. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് കോമ്പിനേഷൻസിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ആ മാഗ്നറ്റിക് ഫ്ലക്സിലൊക്കെ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് അവിടെ എനർജിനെ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തത് ഇൻഡക്റ്റീവ് ട്രാൻസാക്ഷൻ. ഇൻഡക്റ്റൻസിൽ വരുന്ന വേരിയേഷൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫോം ഓഫ് എനർജിനെ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് തേർഡ് കാറ്റഗറി. പീസോ ഇലക്ട്രിക് നേരത്തെ പറഞ്ഞു, പ്രഷറിൽ വരുന്ന വേരിയേഷൻ അല്ലെ, പീസോ ഇലക്ട്രിക് മെറ്റീരിയലിന് മുകളിലും അപ്ലൈ ചെയ്യുമ്പോൾ പ്രഷറിൽ അപ്ലൈ ചെയ്താൽ അവിടെ വേരിയേഷൻസ് വരും. അതാണ് മൂന്നാമത്തെ കാറ്റഗറി. ദെൻ ഫോട്ടോ വോൾട്ടേക് ട്രാൻസാക്ഷൻ മീൻസ് ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ വരുന്ന വേരിയേഷൻസ് അനുസരിച്ചിട്ട് അവിടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻപുട്ട്. ദെൻ ഫോട്ടോ ഡിറ്റക്റ്റീവും ഫോട്ടോ കണ്ടക്റ്റീവ് വ്യത്യാസമുണ്ട്. ഫോട്ടോ കണ്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അടിക്കുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിയിൽ വ്യത്യാസം വരിക, മെറ്റീരിയലിൻ്റെ അതായത് കറണ്ട് പാസ് ചെയ്യാനുള്ള കണ്ടക്ടിവിറ്റിയിൽ വ്യത്യാസം വരുത്തുക. അതാണ് ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇങ്ങനെ 6 കാറ്റഗറിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ആദ്യത്തേത് കപ്പാസിറ്റീവ് ട്രാൻസാക്ഷൻ. ഹിയർ ദ മെഷറൻറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ്. അതായത് കപ്പാസിറ്റൻസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് നമ്മൾ ഇൻപുട്ട് വാല്യൂ മെഷർ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരിക. ഓക്കെ. എ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ഒക്കർ എയ്തർ ബൈ ചേഞ്ചിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പ്ലേറ്റ് ഓർ ബൈ ചേഞ്ചിങ് ദ ഡൈഇലക്ട്രിക്. സോ കപ്പാസിറ്റൻസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കപ്പാസിറ്റർ നിങ്ങൾക്കറിയാം ഫോം ചെയ്യുന്നത് 2 പ്ലേറ്റ് വെച്ചിട്ടാണല്ലേ. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് d ഇത് മാറുന്നതിനനുസരിച്ച് അത് അടുത്ത് വരുമ്പോൾ ദൂരത്ത് വരുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസിൽ വ്യത്യാസം വരും. ആ വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വ്യത്യാസം വരും. അങ്ങനെ മെഷർ ചെയ്യുന്ന ഡിവൈസുകൾക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറിനെന്ന് പറയാം കപ്പാസിറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. സോ വാരിയിങ് കപ്പാസിറ്റൻസിനനുസരിച്ച് നമുക്ക് ഇൻപുട്ടിന് പ്രൊപ്പോർഷനായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ട്രാൻസാക്ഷൻ. In electromagnetic transaction, the measurement is converted to voltage induced in a conductor by change in magnetic flux or absence of excitation. The electromagnetic transducers are self-generative active transducer. So it is a self-generating transducer ആണ്. അതിനെന്ത് വേണ്ട? എക്സ്റ്റേണൽ പവർ സപ്ലൈ ഒന്നും വേണ്ട. തൊട്ട് മുമ്പ് പറഞ്ഞ കപ്പാസിറ്റർ എന്താണ്? കപ്പാസിറ്റീവ് ട്രാൻസാക്ഷൻ എന്താണ്? പാസീവ് ആണ്. ഇത് ആക്റ്റീവ് ആണ്. ഓക്കെ. The motion between a piece of magnet and a magnet is responsible. And an electromagnetic is responsible for change in flux. So ഇതാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു കോയിൽ വയർ ഇങ്ങനെ വോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ അകത്ത് നമ്മൾ ഒരു മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ വേരിയേഷൻസ് വരും. ആ ഫ്ലക്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള വോൾട്ട് മീറ്ററിൽ എന്ത് വരും? ഒരു വോൾട്ടേജ് വ്യത്യാസം വരും. സോ ഇലക്ട്രോമാഗ്നറ്റിക് അതായത് ഇലക്ട്രിക് ഫീൽഡിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് ആ വോൾട്ടേജിൽ ഒരു വ്യത്യാസം വരുത്തി കിട്ടുന്ന ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ ആണെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ഇൻഡക്റ്റൻസ് ട്രാൻസാക്ഷൻ. ഇൻ ഇൻഡക്റ്റൻസ് ട്രാൻസാക്ഷൻ, the measurand is converted into a change in the self-inductance of a single coil. It is achieved by displacing the core of the coil that is attached to the mechanical sensing element. So inductance vary ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വ്യത്യാസം വരുത്താൻ പറ്റും, വോൾട്ടേജിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് വാരി ചെയ്തുകൊണ്ട് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള കോർ നമ്മൾ എന്ത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ഒരു മെക്കാനിക്കൽ എലമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലെ കോയിലിൻ്റെ ഉള്ളിലുള്ള മെറ്റൽ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കും. സോ അവിടെ ഒരു ഇൻഡക്റ്റൻസ് വേരിയേഷൻസ് വരും. ആ ഇൻഡക്റ്റൻസ് വേരിയേഷൻ നമുക്ക് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ആയിരിക്കും. അങ്ങനെ കൺവേർഷൻ നടത്തുന്നതിനാണ് ഇൻഡക്റ്റൻസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പീസോ ഇലക്ട്രിക് ട്രാൻസാക്ഷൻ. നേരത്തെ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഇൻ പീസോ ഇലക്ട്രിക് induction, the measurand is converted into a change in electrostatic charge Q or voltage V generated by crystal when it is mechanically stressed. ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ
അതെന്ത് ചെയ്യും, അതിൽ പ്രഷർ വേരിയേഷൻസ് വന്നാൽ അവിടെ വോൾട്ടേജ് വ്യത്യാസം വരും. ആ വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡക്ഷൻ പറയുന്നത്. ഓക്കെ, ദെൻ photovoltaic transduction. In photovoltaic transduction, the measurand is converted to voltage generated when the junction between dissimilar material is illuminated. Next, photoconductive transduction. In a photoconductive transduction, the measurand is converted to change in resistance of semiconductor material by change in light incident on the material. So photoconductive എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ചില സമയത്ത് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് സെമി കണ്ടക്ടേഴ്സ്, ഷോർട്ടാക്കി പറഞ്ഞാൽ. സോ സെമി കണ്ടക്ടറിൻ്റെ മുകളിൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പം അതിൽ വ്യത്യാസം വരും, അതിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ആണെന്ന് പറയുന്നത് ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നതനുസരിച്ച് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റിയിൽ വേരിയേഷൻസ് വരും. കാരണം അത് എനർജി അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ എന്ത് വരും, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടോ, അതുകൊണ്ടാണ് എനർജി കൂടുന്നതുകൊണ്ടാണ്. സോ അവിടെ കണ്ടക്റ്റൻസ് കൂടും, ലൈറ്റ് കുറച്ച് ഹിറ്റ് ചെയ്യുമ്പം കണ്ടക്റ്റൻസ് കുറയും. ആ വേരിയേഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എനർജീനെ വൺ ഫോം ടു അനദർ ഫോമിലേക്ക് മാറ്റുന്നുണ്ട്. അതാണ് ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡക്ഷൻ. ഓക്കെ, മറ്റേത് ഫോട്ടോ ഇലക്ട്രിക് വന്നാൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പം ഇലക്ട്രിസിറ്റി വോൾട്ടേജിൽ വരുന്ന വേരിയേഷൻസ് ആണ്. ഓക്കെ, ദെൻ വേറെ കാറ്റഗറി ആണ് എന്ത്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അനലോഗും ഡിജിറ്റലും പേര് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അധികം എക്സ്പ്ലനേഷൻ ആവശ്യം ഉണ്ടാവില്ല. നോക്കാം നമുക്ക്. അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ദീസ് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ദ ഇൻപുട്ട് ക്വാളിറ്റി ഇൻ ടു ആൻ അനലോഗ് ഔട്ട്പുട്ട് വിച്ച് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം. സോ അനലോഗും ഡിജിറ്റലും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്നാൽ അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആണ്. അല്ലെ, അനലോഗിന് ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എടുത്താലും അതിന് എന്തുണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. അതായത് നിങ്ങളൊരു സൈൻ വേവ് കേട്ടുണ്ടാവും അല്ലെ, എങ്ങനെ പോകുന്ന വേവ്, അതിൻ്റെ ഒരു ഭാഗത്ത് ടൈം മറ്റേ ഭാഗത്ത് ആംപ്ലിറ്റ്യൂഡാണ് എക്സും വൈ ആക്സിസിൽ ഉണ്ടാവുക. ഓരോ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം എടുത്താലും അതിന് എന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ ലൈൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അതായത് ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് കമ്പൈൻ ചെയ്ത അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത ഡിവൈസുകളിൽ ഔട്ട്പുട്ടാണെന്ന് പറയുന്നത് അനലോഗ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടാവും അനലോഗിൽ. സോ കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ് അത്. സോ അനലോഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ it convert the input quantity into an analog output which is continuous function of time. ഇൻപുട്ട് സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് അനലോഗ് ഔട്ട്പുട്ട് തരുന്ന ഡിവൈസുകൾക്ക് എന്ന് പറയുന്നത് അനലോഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ആണ് ഇത് സ്ട്രെയിൻ ഗേജ് ആൻഡ് LVDT മീൻസ് സം ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആണിത്. തെർമോകപ്പിൾ ഓർ തെർമിസ്റ്റർ ടെമ്പറേച്ചർ ഡിവൈസ് അളക്കുന്ന ഡിവൈസുകൾ. ഇതൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇൻപുട്ട് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അനലോഗ് മെഷർമെൻറ്റ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്തായിരിക്കും? സോ ദീസ് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻ ടു ആൻ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് പൾസസ് ആൻഡ് ഇറ്റ് ഔട്ട്പുട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 0 and 1. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അനലോഗ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിജിറ്റൽ എന്താ പറയുക, ഡിസ്ക്രീറ്റ് എന്ന് പറയും. അതിനാകെ 2 സ്റ്റേജേ ഉള്ളൂ അല്ലേ, 0, 1. അതായത് ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വാല്യൂസ് അതിനില്ല. സോ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എന്ത് ചെയ്യുള്ളൂ, ഇത് 0 and 1 ഫോർമാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് തരും. അങ്ങനത്തെ ഡിവൈസുകൾക്കാണ് എന്ത് പറയുന്നത്, ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. അനലോഗ് എന്ന് പറഞ്ഞാൽ അനലോഗാക്കി കൺവേർട്ട് ചെയ്യുന്നതും ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഫോമിലേക്ക് റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇതാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, സോ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് നോക്കാം നമുക്ക്. സോ ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ് ട്രാൻസ്ഡ്യൂസറും അതേപോലെ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറും. അപ്പം ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കലാക്കിയിട്ട് മാറ്റാം. നേരത്തെ പറഞ്ഞ ഫിസോ ഇലക്ട്രിക് ആണ്, പ്രഷറിൽ വരുന്ന വേരിയേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടും, കറണ്ട് കിട്ടും. അങ്ങനത്തെ ഒക്കെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. വേറെ ടൈപ്പാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. So inverse transducer convert electrical quantity to a non-electrical quantity. So നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ്. നേരത്തെ നോൺ ഇലക്ട്രിക്കലിനെ വിളിച്ച് ഇലക്ട്രിക്കൽ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇൻവേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്തിട്ട് നോൺ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ട്. എ ഫീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആക്ട്സ് ആസ് എൻ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ
when a voltage is applied across its surface. It change the dimension causing mechanical displacement. നേരത്തെ തൊട്ടുമ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. പീസോ ഇലക്ട്രിക്കലിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ കൊടുത്താൽ അതിന് അപ്പുറത്ത് വോൾട്ടേജ് വ്യത്യാസം വരും. അത് നേരെ തിരിച്ചും നടക്കും. അതായത് പീസോ ഇലക്ട്രിക് സർഫസിൻ്റെ മുകളിലേക്ക് നമ്മൾ വോൾട്ടേജ് ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ, അതായത് ഈ ക്രിസ്റ്റലിൻ്റെ മുകളിലുള്ള സർഫസിൽ നിന്നുണ്ടാവും പ്രഷർ വേരിയേഷൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡയമെൻഷൻ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അതായത് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് റിലാക്സ് ചെയ്യുന്ന സമയത്ത് വരുന്ന ആ പ്രഷർ വേരിയേഷൻ കൊണ്ട് ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അതേസമയം നേരെ തിരിച്ച് ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുകയാണ്, പ്രഷർ അല്ല കൊടുക്കുന്നത്, കറണ്ട് കൊടുക്കുകയാണ്. സോ അതെന്താക്കി മാറ്റും, ഇതിൻ്റെ സർഫസിൽ പ്രഷർ കുറവും കൂടുതലാക്കിയിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് മാറാൻ തുടങ്ങും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും. സോ അതാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. അപ്പം ഇത്രയാണ് നമുക്ക് ടോട്ടൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ അല്ലെങ്കിൽ 1 വേർഡോ 2 വേർഡോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഓരോ പാർട്ട് എടുത്തൊക്കെ ചോദിക്കാൻ പറ്റും. ഈ ഒരു മൊത്തം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സിലബസ് നമുക്ക് സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിരിക്കും ഒന്നും കൂടെ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇനിയുള്ള എൻ്റെ സിലബസ് നമുക്ക് പോകാനുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.